ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സിദീസ് വേൾഡ് വൺസ് അഗൈൻ. നമ്മൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കും അല്ലേ. ഭയങ്കര ട്രിപ്പൊന്നും അല്ല, യഥാർത്ഥത്തില് ഞങ്ങൾ ഇതുവരെ ട്രിവാൻഡ്രം ലുലു മോള് കാണാൻ പോയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ലുലു മോള് കണ്ടിട്ട് വരാം അല്ലേ സിദ്ധിക്കുട്ടി? ലച്ചൂസേ പോയിട്ട് വരാം. നമ്മൾ ആദ്യം പോയത് ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. അവിടെ സത്യം പറഞ്ഞാൽ ഒരു ഫുൾ കളക്ഷൻ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് നമുക്കുള്ളത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ പാത്രങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. 50% ഓഫർ, പിന്നെ അല്ലാതെ കുറച്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വെജിറ്റബിൾ സെക്ഷൻസിലേക്ക് പോയി. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിരുന്നു. പിന്നെ നമുക്ക് മീറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കാരണം ക്രിസ്മസിനാണല്ലോ നമ്മൾ പോയത്. അപ്പോൾ ക്രിസ്മസ് ഇവൻറ്റുമായിട്ട് ക്രിസ്മസ് കേക്കിൻ്റെയും വൈൻ്റെയും ഒക്കെ ഒരു വലിയ സെക്ഷനായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ലൈവായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറേ നമ്മൾ കണ്ടു. പാനിപൂരി, ജിലേബി, അങ്ങനെ കുറേ അച്ചാർ, ഫ്രഷ് ജ്യൂസ്, സാലഡ്സ്, അങ്ങനെയെല്ലാം കണ്ടു. അവിടുന്ന് നമ്മൾ നേരെ കോസ്മെറ്റിക് സെക്ഷനിലോട്ടാണ് പോയത്. അപ്പോൾ സിദ്ധിക്കുട്ടിക്ക് അവിടെ നമ്മൾ ഐലൈനറൊക്കെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡ്രസ് സെക്ഷനിലോട്ടായിരുന്നു. അവിടെ നമുക്ക് 50% പല പർട്ടിക്കുലർ ഐറ്റംസിലുണ്ടായി. അപ്പോൾ ഏകദേശം സമയം ഉച്ചയോട് അടുത്തിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി മന്തിയും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചിട്ട് പിന്നെ സിദ്ധിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സിദ്ധി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഐസ്ക്രീമൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഫൺ ടൂറ് കാണാനായിട്ടാണ് പോയത്. പിന്നീട് സിദ്ധിക്കുട്ടി ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ഗെയിമൊക്കെ കാണാനും കളിക്കാനും അവൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് നിന്നിരുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് പോയ ആൾക്ക് അവസാനം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഏകദേശം ഫുൾ ലുലു മാൾ ഫുള്ള് ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഇവൻറ്റിന് വേണ്ടിയിട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ എടുത്തിരുന്നത് 1000 രൂപയുടെ ടിക്കറ്റായിരുന്നു. 150 റുപ്പീസ് വെച്ചിട്ടായിരുന്നു ഓരോ ടിക്കറ്റിനും ചാർജ് വരുന്നത്. ആദ്യം ഞങ്ങൾ കുറേ സമയം എന്തിൽ കയറണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കായിരുന്നു. അപ്പോൾ തന്നെ സിദ്ധിക്കുട്ടിക്ക് എവിടെയെങ്കിലും ഒന്ന് കയറിയാൽ മതി എന്നൊരു വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഒരു സാധനത്തിൽ ഇരുത്തിയിട്ടുണ്ട്. ബാക്കി കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ആ സങ്കടവും കരച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സിദ്ധിക്കുട്ടിയും കൊണ്ട് കാർ റേസിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ആൾ കയറിപ്പോയത്. അതിൻ്റെ കൂടെ നമ്മുടെ പ്രോ ഡ്രൈവറായ സിദ്ധിയേട്ടനും പോയിട്ടുണ്ട്. എന്താണ് അടുത്ത് സംഭവിക്കുന്നത് നോക്കാം. സിദ്ധിമോൾ കരഞ്ഞിരിക്കുന്നു. നോക്കൂ, പാവത്തിന്റെ കണ്ണീന്ന് ഐലൈനർ
ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തതാണ്, ലുലു മാളിൽ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത ഐലൈനറാണ്. നോക്കൂ സിദ്ധിക്കുട്ടി, നോക്കൂ. അതിസാഹസികമായി കയറിപ്പോയ സിദ്ധിക്കുട്ടിക്ക് വീണ്ടും ആക്സിഡന്റ് സംഭവിച്ചു. ഇതാണ് ലുലുമാളൊക്കെ കണ്ടിട്ട് ഇറങ്ങാണ്. തിരിച്ച് പോകുന്ന എക്സിറ്റ് ആണ് നമ്മളിപ്പോ കാണുന്നത്, പാർക്കിങ്ങിന്റെ. അതിന് എത്ര? ആകാശം കാണാൻ നല്ല രസമുണ്ട്. I hope you guys enjoyed it. Thanks for watching.